ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിനി അടുത്തൊരു സ്റ്റിച്ച് പഠിക്കാനായിട്ട് പോവാണ്, റിംഗ് നോട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റിംഗ് നോട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് റിംഗ് നോട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് നോട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ത്രെഡിനെ വലിച്ച് പിടിച്ച് ഭയങ്കര ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ താഴേക്ക് നമ്മുടെ നീഡിലിനെ കുത്തിയിറക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിംഗ് നോട്ട് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഒരൊറ്റ വട്ടം ചുറ്റിയിട്ടുണ്ട്. ഇനി ലൂസാക്കി വിടുക. നമ്മളതിന് ടൈറ്റ് ചെയ്യേ വേണ്ട, പിടിക്കും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പോയിന്റിൽ തന്നെ ഒന്ന് കുത്തി കൊടുത്തിട്ട് താഴേക്ക് വലിക്കുക. അപ്പോൾ നമ്മളവിടെ ടൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്കവിടെ ഒരു റിങ്ങും അതും ഒരു നോട്ടും വരും. ഓക്കെ, റിംഗ് നോട്ട്. അങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവിടെ ഒരു വട്ടം പോലെ ഒരു റിംഗ് ഷേപ്പും അതിൻ്റെ ഒരു പോയിൻ്റിൽ ഒരു എൻഡിലായിട്ടൊരു നോട്ടും വന്നു. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു വട്ടം ചുറ്റിയിട്ടോ 2 വട്ടം ചുറ്റിയിട്ടോ അങ്ങനെ ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ 2 വട്ടമൊക്കെ ചുറ്റുമ്പോൾ ഡബിളായിട്ട് റിങ് വരും, ഒരു നോട്ടും വരും. അതുപോലെ നമ്മൾ എത്ര വട്ടം ചുറ്റിയെടുക്കുന്നോ അതിനനുസരിച്ച് റിങ്ങുകളുടെ എണ്ണം കൂടും. 1 2 3 അങ്ങനെ കൂടും. നോട്ട് ഒരെണ്ണം തന്നെ വരും. അപ്പോൾ റിംഗ് നോട്ടും ഫ്രഞ്ച് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഫ്രഞ്ച് നോട്ടാകുമ്പോൾ നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മളതിനെ ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെയാണ്. റിംഗ് നോട്ടിലേക്ക് വരുമ്പോൾ നമ്മളത് ത്രെഡ് വളരെ ലൂസാക്കിയിട്ടിട്ട് ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയും പേര് പോലെ തന്നെ ഒരു റിങ്ങും ഒരു നോട്ടും വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിംഗ് നോട്ട്. അപ്പോൾ ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്